സങ്കീർത്തനങ്ങൾ 79 അധ്യായം. ഇസ്രായേലിനെ മോചിപ്പിക്കണമേ. ദൈവമേ, വിജാതീയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു. അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു. അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അയൽക്കാർക്ക് നിന്ദാപാത്രമായി. ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇത് എത്ര കാലത്തേക്ക്? അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ? അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്നതെന്തിന്? അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ബന്ധിതരുടെ ഞരക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് 7 ഇരട്ടിയായി പകരം ചെയ്യണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ, അങ്ങയുടെ മേച്ചിൽപ്പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കും. തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. 80 അധ്യായം. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഇസ്രായേലിൻ്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവി കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്രനാൾ അങ്ങ് കേൾക്കാതിരിക്കും? അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്ദാപാത്രമാക്കി. ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനു വേണ്ടി തടമൊരുക്കി. അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവനും പടർന്നു. അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കളും മൂടി. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്ത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. അവരതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടി വീഴ്ത്തുകയും ചെയ്തു. അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേൽ, അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. 81 അധ്യായം. ഉത്സവഗാനം. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. തപ്പുകുട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്.
ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി. അപരിചിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമരുളി. മെരീബ ജലാശയത്തിനരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു. എൻ്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യദൈവം ഉണ്ടാകരുത്. ഒരന്യദൈവത്തെയും നീ വണങ്ങരുത്. ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്കു കേട്ടില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. എൻ്റെ ജനം എൻ്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു. അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു. 82-ാം അധ്യായം. ദൈവം ന്യായാധിപന്മാരുടെ വിധികർത്താവ്. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും? ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവൻ. പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവൻ. അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല. അവരന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്. 83-ാം അധ്യായം. ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. ദൈവമേ, മൗനമായിരിക്കരുതേ. ദൈവമേ, നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ, അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു. അങ്ങയുടെ വൈരികൾ തല പൊക്കിയിരിക്കുന്നു. അവരങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു. അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. അതെ, അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായേല്യർ, മൊവാബ്, ഹഗ്രിയർ, ഗേബൽ, അമ്മോൻ, അമലെക്, ടൈർ നിവാസികളടക്കം ഫിലിസ്തീർ എന്നിവർ ഒത്തുചേർന്നു. ലോത്തിന്റെ മക്കളുടെ സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു. മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കിഷോൺ നദിയിൽ വച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ. അവരെ എൻദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കുലീനരെ ഓറബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവരങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവരെന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അവമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ.